സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വിവിധ വിദ്യാർത്ഥി വിഷയങ്ങളിൽ ഗവർണറുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ABVP ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി ABVP പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. LLB വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങളും വിഷയത്തിൽ ABVP നടത്തുന്ന സമരവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിശദാംശങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ABVP പ്രതിനിധികൾ ഗവർണറുമായുള്ള കൂടിക്കാഴ്ച നിലവിലെ സാഹചര്യത്തിൽ അത് അത്രത്തോളം നിർണായകമാണ്. കാരണം SFIയുടെ ഭാഗത്ത് നിന്നടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു, ഇടപെടലുണ്ടാകുന്നു, അതേ സമര ആഭാസത്തിലേക്ക് നീങ്ങുന്നു, VC അടക്കം അതിക്രമിക്കുന്ന സ്ഥിതിവിശേഷത്തിലുണ്ടാകുന്നു. ഒപ്പം ഈ VD സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിസഭ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നായി കഴിഞ്ഞാലും വർഗീയ ശക്തികൾക്ക് കീഴടങ്ങുന്ന സമീപനമുണ്ടാകുന്നു. ഇതൊക്കെയും ഈ കൂടിക്കാഴ്ചയിൽ സ്വാഭാവികമായും വിഷയമാകാനില്ലേ സാധ്യത, അല്ലേ? KP, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രധാനമായും രണ്ട് വിഷയങ്ങളിലാണ് ABVP പ്രവർത്തകർ, ABVPയുടെ സംസ്ഥാന നേതാക്കന്മാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ ഒന്ന്, കേരള സർവകലാശാലയിലെ LLB പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന ചില ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയത്തിലെ വീഴ്ചകൾ, കൂടാതെ തന്നെ പരീക്ഷാ പുനർമൂല്യനിർണ്ണയത്തിന് അമിത ഫീസ് ഈടാക്കുന്നു, ഇതടക്കമുള്ള ചില സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ വലയ്ക്കുന്നുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അതിന്റെ മുൻനിരയിൽ ABVP അടക്കമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഗവർണർക്ക് മുൻപാകെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര തീരുമാനം ചാൻസലർ എന്ന നിലയിൽ, സർവകലാശാലയുടെ അധിപൻ എന്ന നിലയിലും ഗവർണർ എന്ന നിലയിലും കൈക്കൊള്ളണം എന്നുള്ളതാണ് ABVP പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ഒരാവശ്യം. മറ്റൊന്ന്, വിവിധ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് SFI പ്രവർത്തകർ നടത്തുന്ന ചില സമര ആഭാസങ്ങൾ. അതിൽ പ്രധാനമായും കാലടി സർവകലാശാല കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള സമരങ്ങൾ കഴിഞ്ഞ ദിവസം VC ഡോക്ടർ സിസ തോമസിനെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നു. ഒപ്പം തന്നെ ഔദ്യോഗിക വാഹനങ്ങൾ തകർത്തും ജീവനക്കാരെ മർദ്ദിച്ചുമുള്ള SFIയുടെ പ്രതിഷേധങ്ങൾ അത് അതിരുവിടുന്നുണ്ട് എന്നുള്ളതാണ് ABVP പ്രവർത്തകർ ഗവർണർക്ക് മുൻപാകെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാകണമെന്നൊരു കാര്യം കൂടി ABVP സംസ്ഥാന നേതൃത്വം ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. കാരണം സമാധാന അന്തരീക്ഷം സർവകലാശാലകളിൽ ഇല്ലാതാകുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ചാൻസലർ എന്ന നിലയിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിക്കോട്ടെ, വിദ്യാഭ്യാസ മന്ത്രിയായിട്ടെ പലരും ലീഗിന് വഴങ്ങി പല പ്രവർത്തനങ്ങളും സർവകലാശാലകളിൽ നടത്തുന്നു, പല കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ചാൻസലർ എന്ന നിലയിൽ ഇടപെടലുകൾ നടത്താൻ സമയമായിരിക്കുന്നു എന്നൊരു കാര്യം ഇപ്പോൾ ABVP അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണർ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. DGP അടക്കം വിളിച്ചു വരുത്തി സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 4 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും 79ഓളം വരുന്ന SFI പ്രവർത്തകരടക്കമുള്ള കോളേജിനകത്തും കോളേജിന് പുറത്തു നിന്നുമുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിർണായകമായ കൂടിക്കാഴ്ച ലോക്ഭവനിൽ നടന്നത്. അടിയന്തര ഇടപെടൽ വേണമെന്നുള്ളതാണ് ABVP ആവശ്യപ്പെട്ടിട്ടുള്ളത്. അനുഭാവപൂർവമായ നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ് ഗവർണർ ABVP പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള മറുപടി. KP, ഗവർണറുമായി നിർണായകമായ കൂടിക്കാഴ്ച നടത്തി ABVP പ്രതിനിധികൾ. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.